ഇസ്രായേലിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലും ഇറാൻ ആക്രമണം ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായി. ബഹ്റൈനിൽ യുവതി കൊല്ലപ്പെട്ടു. അബുദാബിയിൽ ഡ്രോൺ വീണ് കെട്ടിടത്തിന് തീപിടിച്ചു. ഇറാനെ തകർക്കും വരെ യുദ്ധം തുടരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ ചർച്ചയ്ക്കില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. സമാധാന നീക്കങ്ങളുമായി ഫ്രാൻസ് UN യോഗം വിളിക്കുകയും പുടിൻ നേരിട്ട് ഇടപെടുകയും ചെയ്തു. ഹിസ്ബുള്ളയെ നിരായുധരാക്കാൻ സിറിയയും ഇറാൻ ഡ്രോണുകളെ വീഴ്ത്താൻ ഗൾഫിനെ സഹായിക്കുമെന്ന് യുക്രൈനും അറിയിച്ചു. വിവരങ്ങളുമായി എസ് രഞ്ജിത്ത് UAയിൽ നിന്ന് ചേരുകയാണ്. എസ് രഞ്ജിത്ത്, ഇപ്പോൾ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം അത് കൂടുതൽ കടുപ്പിക്കുകയാണ്. ഇന്ന് ബഹ്റൈനിൽ ഒരു യുവതി കൊല്ലപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. കെട്ടിടത്തിന് തീപിടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ രഞ്ജിത്ത്. അശ്വതി, ആര്യ, ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഒറ്റപ്പെട്ട ആക്രമണം തുടരുകയാണ്. ഇറാൻ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത അബുദാബിയിൽ നിന്നാണ്. അബുദാബിയിൽ റുവൈസ് വ്യവസായ മേഖലയിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായത്. ഈ ഒരു ആക്രമണത്തെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ US സേനയ്ക്ക് കഴിഞ്ഞു. പക്ഷേ ഈ ഡ്രോണുകളുടെയും അതുപോലെ തന്നെ മിസൈലുകളുടെയും അവശിഷ്ടം വീണ് ഒരു കെട്ടിടത്തിന് തീപിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാൻ US സേനയ്ക്ക് കഴിഞ്ഞു. ആർക്കും ഈ ഒരു അപകടത്തിൽ പരിക്കില്ല എന്നും അബുദാബി മീഡിയ ഓഫീസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ഇന്ന് രാവിലെ അതിശക്തമായ ഒരു ആക്രമണം ഉണ്ടായത് ബഹ്റിലാണ്. ബഹ്റിനിൽ മനാമ മേഖലയിൽ, അതായത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മനാമ മേഖലയിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായത്. ഈ ഒരു ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെയും ജനവാസ മേഖല കേന്ദ്രീകരിച്ചാണ് ബഹ്റിനിൽ ഇറാൻ സേന ആക്രമണം നടത്തിയത്. അതിൽ 32 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. അവരിപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റൊന്ന്, സൗദി അറേബ്യയ്ക്ക് നേരെയും ഇന്നും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി. പ്രധാനമായും എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നും ഇറാൻ സേന സൗദിയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഒപ്പം തന്നെ കിഴക്കൻ പ്രവിശ്യയിലെ ചില ഭാഗങ്ങളിലും ഡ്രോണിന്റെയും മിസൈലും വിക്ഷേപിച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള ഒരു ശ്രമം ഇറാൻ സേന നടത്തുകയുണ്ടായി. പക്ഷേ ആ ആക്രമണങ്ങളെ അതിശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണ് സൗദി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ GCC രാജ്യങ്ങൾ പൊതുവെ ശാന്തമാണ്. കഴിഞ്ഞ കുറേ സമയങ്ങളായി എവിടെയും ഇറാന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഒരു ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല. ഒപ്പം തന്നെ ജനജീവിതം പൂർണ്ണമായും ഒരു സാധാരണ നിലയിൽ എന്നത്തേതും പോലെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എസ് രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേർത്തത്.